നമസ്തേ. 9 തരത്തിലുള്ള ഭക്തിയുടെ ഭാവങ്ങളിലെ 9ാമത്തേത് ആത്മനിവേദനമാണ്. തന്നെ ഈശ്വരന് നിവേദിക്കുക. ആത്മാ തന്നെ, തനിയെ അല്ലെങ്കിൽ ഈ ഉള്ളവനെ നിവേദിക്കുക. ഒരു നിവേദ്യമായിട്ട് ഈശ്വരൻ്റെ മുമ്പിൽ തീരുക. തുച്ഛമായ ഈ ജീവൻ അല്ലെങ്കിൽ ഈശ്വരൻ്റെ അപാരതയുടെ മുമ്പിൽ നിസ്സാരനായ ഈ ജീവനെ സമർപ്പിക്കുക. ഈശ്വരൻ്റെ മഹിമാതിരേകം വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്ന ജീവന് സാധിക്കുന്ന ഒരു കാര്യമാണിത്. ഈ ലോകത്തെ ആക്കിയഴിച്ച് നിലനിർത്തുന്നതും ഇല്ലാതാക്കുന്നതും ഏതൊരു മഹാചൈതന്യമാണോ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഇത്തരത്തിൽ വിന്യസിച്ചിരിക്കുന്നത് ഏതൊരു ശക്തിയുടെ പ്രഭാവം കൊണ്ടാണോ, ഏതൊരു മഹാചൈതന്യമാണോ ആന മുതൽ അണുവരെയുള്ള ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളെ ഇന്നു കാണുന്ന രീതിയിൽ സംജാതമാക്കിയിരിക്കുന്നത് അപ്രമേയമായ ചൈതന്യത്തിന് മുൻപിൽ നമ്മുടെ വ്യക്തിസത്ത ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം ആയിരിക്കുന്ന ഈശ്വരന്, ആത്മാവിന് തന്നെ അർപ്പിക്കുക, നിവേദിക്കുക. അങ്ങനെ നിവേദ്യം ആയി തീരുവാനുള്ളതാണ് ഈ ഉള്ളവൻ്റെ ജീവൻ, ഈ ഉള്ളവൻ്റെ ജന്മം എന്നറിഞ്ഞ് ഈശ്വരനുള്ള ഒരു നിവേദ്യമായിട്ട് തീരുമ്പോൾ ജീവൻ അർത്ഥമുള്ളതായിട്ട് തീരുകയാണ്. ഇതാണ് ആത്മനിവേദനം. ആത്മാവിനെ അങ്ങ് നിവേദിക്കുകയാണ്. ആത്മാവിനെ തന്നെ ഈശ്വരൻ്റെ കൈകളിലേക്ക് അർപ്പിക്കുകയാണ്. എങ്ങനെയൊക്കെ? ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ഈശ്വരന് അർപ്പണം നടത്തുക, ജഗതീശ്വര സമർപ്പണം നടത്തുക. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ സുഖവും സംതൃപ്തിയും ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ ഈശ്വരൻ്റെ കൈകളിലെ ഒരു ഉപകരണം മാത്രം. ഉപകരണത്തിന് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. തന്നെ കൈകാര്യം ചെയ്യുന്നയാൾ എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് ഉപകരണം പ്രവർത്തിക്കും. അതുപോലെ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കണം, എന്തൊക്കെ പറയിപ്പിക്കണം, എന്തൊക്കെ കേൾക്കണം, അറിയണം. അതാണ് എന്നിലെ വന്നു ചേരുന്ന കാര്യങ്ങളെന്ന് അറിഞ്ഞ് സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും മാനം വരുമ്പോഴും അവമാനം വരുമ്പോഴും ഒരേപോലെ നിൽക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ ചേരുക എന്നുള്ളതാണ് ആത്മനിവേദനത്തിൻ്റെ ആത്യന്തികമായ അവസ്ഥ. എല്ലാം വിട്ട് ഈശ്വരനെ സമർപ്പിക്കുകയാണ്. ദീർഘദണ്ഡ നമസ്കാരത്തിൻ്റെ ഒരു ഉദ്ദേശവും അതാണ്. സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു. 8 അംഗങ്ങൾ കൊണ്ട് നമസ്കാരം ചെയ്യുകയാണ് ഒരു വ്യക്തി. നെറ്റി, മൂക്ക്, ഉരസ്, വജസ്, കാലുകൾ, കൈകൾ ഇവയെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 8 അംഗങ്ങൾ നിലത്ത് പതിയുന്നു സാഷ്ടാംഗ നമസ്കാരത്തിൽ. അങ്ങനെ ദീർഘദണ്ഡ നമസ്കാരം വടി പോലെ, ഒരു വടിയിട്ടാൽ എപ്രകാരമാണോ അത് നിലത്ത് കിടക്കുന്നത് അതേപോലെ ഈശ്വരൻ്റെ മുൻപിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുന്ന ഒരു ഭക്തൻ്റെ ഭാവം താനൊന്നുമല്ല. ഈശ്വരൻ്റെ മുമ്പിൽ ഞാൻ സർവകർമ്മ സമർപ്പണം ചെയ്തിരിക്കുന്നു. ഈ ഉള്ളവനെ അവിടുന്ന് എന്താണോ ഇച്ഛിക്കുന്നത് അതനുസരിച്ച് നടത്തിക്കൊള്ളണമേ എന്നുള്ള ഒരു വിധേയത്വം അവിടെ കാണുകയാണ്. ഈ ആത്മസമർപ്പണം ജീവിതത്തിൽ ഉണ്ടാകുന്ന ആൾക്ക് എന്തെന്നില്ലാത്ത ഒരു സംതൃപ്തി, ചരിതാർത്ഥ്യം, ജീവിതത്തിൽ അർത്ഥമുള്ളതായി തീരുന്ന ഒരവസ്ഥയൊക്കെ അനുഭവപ്പെടും. ഇതിനുവേണ്ടിയാണ് ഭക്തിയെ തന്നെ സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാം ഈശ്വരന് നൽകിയേക്കുക. അടിമ വയ്ക്കുക എന്നൊക്കെ ഉള്ളൊരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി
കുഞ്ഞുങ്ങളെ അടിമയിരുത്തുക, അടിമ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഈശ്വരൻ്റെ മുൻപിൽ അടിമയായിട്ട് തീർന്നിരിക്കുന്നു ഞാൻ. ദൈവത്തിൻ്റെ മഹിമാതിരേകത്തിന് മുമ്പിൽ ഈ ഉള്ളവനൊന്നുമല്ല എന്നറിഞ്ഞുകൊണ്ട് കായേന വാച മനസ ഇന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യദഹം കരോമി തത് സർവമാ നാരായണായ ഇതി സമർപ്പയാമി. ഈശ്വര സ്വരൂപൻ്റെ മുമ്പിൽ ഇതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒരു മനോഭാവവും കൂടി ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്ക് പിന്നെ അഹങ്കാരമോ ഞാനെന്നുള്ള ഒരു ഗർവോ ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ തോന്നാനുള്ള സാധ്യത കുറവാണ്, തോന്നരുത്. ഇനി അങ്ങനെ വരുന്നില്ലെങ്കിൽ ആ നിവേദ്യമായിട്ട് തീർന്നിട്ടില്ല എന്നും കൂടി മനസ്സിലാക്കിക്കൊള്ളുക. ആത്മനിവേദനത്തിൻ്റെ ഒരു സവിശേഷമായ ഭാവത്തിലേക്ക് ജീവനെ എത്തിക്കുവാൻ ഒരുവന് സാധിക്കുന്നു. അത് മറ്റ് 8 ഭാവങ്ങളിൽ കൂടി കടന്നു വരുന്ന ഒരു ജീവനാണ്. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ മനസ്സിനെ നമ്മൾ ഈ തരത്തിൽ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം. സർവകർമ്മ സമർപ്പണം ചെയ്യുവാൻ എല്ലാം ഈശ്വരനാണ്. യദ്യത് കർമ്മകരോതി തത്തതകിലം ശംഭോ തവാരാധനം. ഏതൊക്കെ കർമ്മം ചെയ്യുന്നു അതെല്ലാം അല്ലയോ ജഗദീശ്വര അവിടുത്തെ ആരാധനമായിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള മനോഭാവത്തോടു കൂടി ചെയ്യാൻ സാധിക്കണം. ഏതേതൊക്കെ കർമ്മമായിക്കൊള്ളട്ടെ, ശാരീരികമായ മാനസികമായ വാചികമായ കർമ്മമാവട്ടെ, മനസ്സുകൊണ്ട് ചെയ്യുന്നതാവട്ടെ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നതാവട്ടെ, എല്ലാം തവ ആരാധനം. ഈശ്വര അല്ല ജഗദീശ്വര അവിടുത്തെ ആരാധിക്കുവാനുള്ള മാർഗങ്ങളായിട്ട് ഞാനതിനെ കാണുന്നു. എല്ലാ ചെവികളിലൂടെയും കേൾക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ്റെ നാമമാണ് ചെവികളിൽ കൂടി വന്ന് പതിക്കുന്നത്. എൻ്റെ കണ്ണ് കാണുന്നതൊക്കെ ഈശ്വരൻ്റെ വിഭൂതികളാണ്. അത് ചന്തമേറിയൊരു പൂവാണെങ്കിലും ഭംഗിയുള്ള ഒരു ശലഭമാണെങ്കിലും വലിയ പർവ്വതമാണെങ്കിലും സുന്ദരിയായ പക്ഷിയാണെങ്കിലും ഏതേതൊക്കെയാണെങ്കിലും അതൊക്കെ ഈശ്വരൻ്റെ വൈഭവത്തിൻ്റെ പ്രത്യക്ഷമൂർത്തികളാണ് എന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടായി വരണം. അപ്പോൾ ഈ പറഞ്ഞ ആത്മനിവേദനം സുസാധ്യം. ഇതൊക്കെ അല്പമൊന്ന് മനസ്സ് വെച്ചാൽ സാധിക്കുന്ന കാര്യങ്ങളാണ്. അസാധ്യമായ കാര്യങ്ങളൊന്നും ഇവിടെ ഗുരുക്കന്മാർ നമ്മളോട് പറയുന്നില്ല. ഗുരുവിൻ്റെ മുൻപിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത സന്യസ്ത ശിഷ്യന്മാരെ, സദ്ഭക്തന്മാരെ ഒക്കെ നമ്മളൊന്ന് ഓർമ്മിക്കുക. ബോധാനന്ദ സ്വാമി ഗുരുവിനെ ചോദ്യം ചെയ്യാനാണ് ഗുരുസൗധത്തിലേക്ക് വരുന്നത്. പക്ഷേ ഗുരുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴോ ഇതാ വലിയൊരു പരിവർത്തനം ബോധാനന്ദ സ്വാമിയുടെ ഉള്ളിലുണ്ടാവുന്നു. പിന്നീട് കാണുന്നത് ഗുരുവിൻ്റെ മുമ്പിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത ആ ശിഷ്യനെയാണ്. ഞാനിതാ അങ്ങേക്ക് പൂർണ്ണമായിട്ട് വിധേയനായിരിക്കുന്നു. മാമ്പഴക്കേരിക്കാരനായിട്ടുള്ള സത്യവ്രതസ്വാമിയും അയ്യപ്പൻ പിള്ള പൂർവാശ്രമത്തിൽ, അയ്യപ്പൻ പിള്ളയും ആലുവാദ്വൈതാശ്രമത്തിലേക്ക് കടന്നു വരുന്നത് ആരാണ് ഇത്രമാത്രം ഗാംഭീര്യത്തോടുകൂടി ഇരിക്കുന്ന വ്യക്തി എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, നമസ്കരിക്കാൻ വന്നതല്ല. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാ ഈ പറഞ്ഞതുപോലെ ആത്മനിവേദനം നടത്തിക്കഴിഞ്ഞു. ഇത് സാധിക്കും. മഹാപുരുഷന്മാരുടെ ഒരു പ്രത്യേകതയാണ്. വിശേഷിച്ച് ശ്രീനാരായണ ഗുരുദേവന് അത്തരമൊരു സിദ്ധിവിശേഷം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. വന്നു ചേരുന്നവരെയൊക്കെ തൻ്റെ ആരാധകരാക്കി മാറ്റുവാനുള്ള ഒരു പ്രത്യേക കഴിവ്, വൈഭവം ഗുരുവിനുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഗുരുവിൻ്റെ ആത്മപ്രഭാവമായിരുന്നു. അങ്ങനെ ഗുരുവിനെ വേണ്ടതുപോലെ അറിഞ്ഞ്, ഗുരുവിൻ്റെ മഹിമയറിഞ്ഞ്, ഗുരുവിൻ്റെ മഹിമാതിരേകം മനസ്സിലാക്കി, ഗുരുവിൻ്റെ ആ ദർശനത്തിൻ്റെ ഗരിമ, ജീവിതത്തിൻ്റെ ആ ഒരു വിശുദ്ധി, നൈർമല്യം, ഉൾക്കാഴ്ച, പതിത കാരുണികത്വം, ദീനദയാലുത്വം, മറ്റുള്ളവരോടുള്ള കരുണ, പാവങ്ങളുടെ ഒരു കൂട്ടുകാരനെ പോലെ പാവങ്ങളെ കാണുവാനുള്ള ആ ഒരു മനോഭാവം, പാവങ്ങളോടുള്ള ആ ഒരു സ്നേഹം, നിർവ്യാജമായ സ്നേഹം, ഇതൊക്കെ ഉണ്ടായിരുന്ന ആ ഗുരുവിനെ
നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എല്ലാം ഗുരുവിന് നിവേദിക്കാം. എനിക്കുള്ളതെല്ലാം ഗുരുവിന് ഞാനിതാ നൽകുന്നു, അല്ലെ ഗുരുവിൻ്റേതാണ് എന്ന് കരുതി ഗുരുവിനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി.